ദൈവനാമത്തിന് സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ഈ പരിശുദ്ധമായ അൽത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാൻ തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ സ്ഥലം ഇവിടെ പൊള്ളത്തേയിലാണ്. എങ്കിലും എൻ്റെ ജോലി സംബന്ധമായ കാര്യമായതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ് കുടുംബമായിട്ട്. എനിക്ക് കിട്ടിയ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ സാക്ഷ്യമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷത്തോളമായി എനിക്ക് പൈൽസ് ഉണ്ടായിരുന്നത്. ഭയങ്കര വേദനയായിരുന്നു. ആ വേദന സഹിക്കാൻ പാടില്ലാതെയാണ് ഞാൻ ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നത്. അത് ഈ കഴിഞ്ഞ 2-3-4 മാസം ആയി എനിക്ക് അത് ബ്ലീഡിങ്ങിലേക്ക് മാറുകയും ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടക്കുകയും ചെയ്തു. ഞാനങ്ങനെ ഡോക്ടറെ കാണുകയും, അലോപ്പതി ഡോക്ടറെയാണ് ഞാൻ കണ്ടത്. ആ ഡോക്ടറെ കാണുകയും ഡോക്ടർ എന്നെ കൊളോണോസ്കോപ്പിക്ക് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ പൈൽസിൻ്റെ ഇതാണ് ഇങ്ങനെ വരാൻ കാരണമെന്ന്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ ദിവസവും ബാത്റൂമിൽ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ അപ്ലൈ ചെയ്യുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്യുമായിരുന്നു. അടിവയറ്റിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടും. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം മാതാവ് തന്നിരിക്കുകയാണ് ഈശോയും. ഇപ്പോൾ ഒരു തുള്ളി രക്തം പോലും എനിക്ക് ബാത്റൂമിൽ പോകുന്നില്ല. എനിക്ക് സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് എന്നെ നയിച്ച മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ ഷോൾഡർ വേദനയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ഷോൾഡർ വേദനയായിരുന്നു എനിക്ക്. ഒരു കൈ പോലും ഉയർത്താൻ പറ്റാത്ത അവസ്ഥ. അതിലുപരി രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നു വേദന കൊണ്ട്. ഞാൻ മാസങ്ങളോളം ഉറങ്ങാതെ കിടന്നിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുക്കൽ പിന്നെയും വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ വേദന വന്നപ്പോൾ ഞാൻ അലോപ്പതി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എക്സ്റേ എടുത്ത് പറഞ്ഞു, ഞരമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് അസ്ഥി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അസ്ഥി ഡോക്ടറെ കാണുകയും അദ്ദേഹം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ മരുന്ന് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ ആ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് ഈ ഷോൾഡർ വേദന മാറുന്നില്ലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ പിന്നീട് തിരുവനന്തപുരം പഞ്ചകർമ്മ ആയുർവേദ ഹോസ്പിറ്റലിൽ പോവുകയും 2 മാസം അവിടെ ചികിത്സ നടത്തുകയും ചെയ്തു. ആ സമയത്തും എനിക്ക് ചെറിയ കുറവുണ്ടായെങ്കിലും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശക്തമായ വേദന പിന്നെയും വരികയും ഞാൻ മാതാവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഉള്ളിലും കൈക്കും പുരട്ടുകയും കുളിക്കുമ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് അതിനും പൂർണ്ണ സൗഖ്യം തന്നത് മാതാവും ഈശോ അനുഗ്രഹിച്ചു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടായിരുന്നു. രാത്രി പലപ്പോഴായിട്ട് യൂറിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിരുന്നു. കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസറാണോ ഇല്ലയോ എന്ന് വരെ ഞാൻ ഭയപ്പെടുകയുണ്ടായി. അത് ഞാൻ ഡോക്ടറെ കാണുകയും അദ്ദേഹം എനിക്ക് മരുന്ന് തരികയും ചെയ്തു. അങ്ങനെ മരുന്ന് കഴിച്ചതിന് ശേഷം അദ്ദേഹം എനിക്ക് സ്കാനിങ് നിർദ്ദേശിച്ചു. ആ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചായിരുന്നു ആ സ്കാനിങ്ങിന് കിടന്നിരുന്നത്. വിശ്വാസ പ്രമാണവും ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഡോക്ടർക്ക് റിപ്പോർട്ട് കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, മരുന്നൊന്നും കഴിക്കണ്ടായിരുന്നു. അങ്ങനെ
എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും അതിനെനിക്ക് സൗഖ്യം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് കാതിൽ 2 കാതിലും ദൂരമാണ്. അതിൽ വലത്തെ കാതിൽ വലിയ ഒരു ദൂരം ആണ്. അതിൽ നിന്ന് കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ പഴുപ്പും വെള്ളവും ഒഴുകുകയും ഭയങ്കര വേദന അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. അത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. വേദന വരുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോവും. അദ്ദേഹം ആൻറ്റിബയോട്ടിക് തരും. അങ്ങനെ കഴിക്കും. അങ്ങനെ പല മാസങ്ങളും പല ദിവസങ്ങളും കഴിച്ച് അങ്ങനെ പോവും, കുറയും. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് കാര്യമില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷത്തിന് തയ്യാറായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ വീണ്ടും മാതാവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ഉടമ്പടി തൈലം ബഡ്സിൽ പുരട്ടി കാതിലേക്ക് പുരട്ടുകയും നിരവധി തവണ ഉപ്പ് കലർത്തിയ വെള്ളമുള്ളിലേക്ക് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഓപ്പറേഷൻ്റെ സമയത്ത് അതിനുമുമ്പായി ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ കൂടെ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്ത് അത്ഭുതം നടന്നിരിക്കുന്നു, കാതിൻ്റെ ദ്വാരം അടഞ്ഞിരിക്കുന്നതായി കാണുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും 4-8 പത്രം വാങ്ങിക്കുമായിരുന്നു. ആ പത്രം മാതാവിൻ്റെ അടുക്കൽ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ സ്ഥലങ്ങളിലേക്കും ഞാൻ കൊണ്ടുപോയി മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് ഹോൾട്ടേജ് ഹോമിലും കുട്ടികളുടെ പോളി ഹോമിലുമൊക്കെ ഞാൻ പോകും. അവിടെ പോയി അവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അതിൽ പോളി ഹോമിൽ ഒരു കുട്ടിയെ 2 കാലും തളർന്നിരിക്കുന്ന ആ കുഞ്ഞിനെ ഞാൻ ഒരു നിശ്ചിത തുക എല്ലാ മാസവും ആ കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ പറഞ്ഞു അവിടെ ചെന്ന്. അങ്ങനെ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആത്മീയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. ദിവ്യബലിയിൽ ഒരു മുടക്കവും ഞാൻ വരുത്തത്തില്ല. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല, അത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ മാസത്തിലൊരു ഞായറാഴ്ച അഖണ്ഡ ജപമാല നടത്തും. പിന്നെ ഞാൻ രാവിലെ എൻ്റെ ഭാര്യയെ ഓഫീസിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ഞാൻ കാർമൽ നിത്യാധാരണ ചാപ്പലിൽ പോയി ഈശോയുടെ അടുക്കൽ രാവിലെ 10 മണി തൊട്ട് 1:30 മണി വരെ അവിടെ ഇരുന്ന് ഈശോയുമായിട്ട് ഞാൻ സംസാരിക്കും. അപ്പോൾ ഈശോ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം ഈശോയുമായിട്ട് എനിക്ക് സ്ഥാപിച്ചെടുക്കുവാൻ സാധിച്ചു. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛനെയാണ് ഞാൻ കണ്ടത്. അച്ഛൻ, എനിക്ക് ചെറുപ്പം മുതലേ അച്ഛനെ എനിക്കറിയാം. 1985 മുതൽ അച്ഛനെ ഡൊണേഷൻ കിട്ടുമ്പോൾ മുതൽ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനെ എനിക്കറിയാം. അച്ഛനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഒരു അൾത്താരയിൽ അച്ഛൻ നിൽക്കുന്നു. അച്ഛനെ വേറെ അച്ഛന്മാരെന്തോ ഇങ്ങനെ ഉടുപ്പിക്കുന്നത് പോലെ തോന്നി. ഞാൻ ഓർത്ത് ആലപ്പുഴ രൂപതയിൽ ഒരു സഹായം എത്രാനായിരിക്കും ജോസഫ് അച്ഛനെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ സ്വപ്നമായിരുന്നെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു അച്ഛനിപ്പോൾ 40 വർഷത്തിലേക്ക് പൗരോഹിത്യത്തിൻ്റെ ഇതിൽ കിടക്കുകയാണ്. അച്ഛൻ ആ കണ്ട സ്വപ്നം ഞാൻ പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അച്ഛൻ ഒരു മോൺസിഞ്ഞോർ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അച്ഛനെ ഒരു മോൺസിഞ്ഞോർ പദവിയിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്.
I love you, Father Joseph. Thank you, Jesus. Thank you. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ഈശോയിലൂടെ വാങ്ങിത്തന്ന എല്ലാ രോഗസൗഖ്യത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 33-ാം തിരുവചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. പോളിൻ്റെയും ജീവിത പങ്കാളിയുടെയും മനോഹരമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഈശോയ്ക്ക് നന്ദി പറയുക എന്ന വലിയ കടമയാണ് അവരിപ്പോൾ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഇവർക്ക് സൗഖ്യത്തിൻ്റെ ഒരു വലിയ പെരുമഴയാണ് ഇവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ളതെന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പോൾ എന്ന സഹോദരനെ വലിയ 3 അസുഖങ്ങളിൽ നിന്നാണ് ഈശോ സൗഖ്യം നൽകിയിരിക്കുന്നത്. പൈൽസിന് അസുഖമുണ്ടായപ്പോൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കൈവെടിഞ്ഞു. ഇനി കൃപാസനത്തിലെ തേനും തൈലവും ഉപ്പും മാത്രമാണ് എൻ്റെ ഏക മരുന്ന് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയിൽ നിന്നും ഹീലിംഗ് പ്രാപിക്കുകയായിരുന്നു. നമുക്കറിയാം, പൈൽസ് പോലെയുള്ള വലിയ അസുഖങ്ങൾക്ക് എത്രമാത്രം ട്രീറ്റ് ചെയ്താലും വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷോൾഡർ പെയിൻ ഉണ്ടായപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ടായപ്പോഴെല്ലാം അത് ഇൻഫെക്റ്റഡായി യൂറിൻ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് ഇവിടുത്തെ തൈലവും ഉപ്പുമാണ് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി, ആശ്വാസ തൈലമായി, ഏറ്റവും വലിയ മരുന്നായി അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം ആശുപത്രികൾ കൈവഴിയുമ്പോൾ, വൈദ്യശാസ്ത്രം കൈവഴിയുമ്പോൾ എന്ന കേസുകളാണ് നാം ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങളായി പറയേണ്ടത്. അവിടെയാണ് പരിശുദ്ധ അമ്മ, നമ്മുടെ 0 മെറിറ്റിലേക്ക് വരുമ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ ഗ്രേസ്, കൃപ നമുക്ക് നൽകാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മുടെ അയോഗ്യതകൾ കൃപ നിറയുന്നതാണ് ഇവിടുത്തെ സൗഖ്യങ്ങളും സാധ്യതകളും എന്ന് നമുക്കറിയാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ചെവിയിലൊരു വലിയ ദ്വാരമുണ്ടായപ്പോൾ ഒന്നും ചെയ്യാനില്ലായിരുന്നൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഓടി വന്നു. പരിശുദ്ധ അമ്മയാണ് നമുക്കെല്ലാവർക്കും സങ്കേതം. ഇവർക്ക് വളരെ പരിചിതയായ പരിശുദ്ധ അമ്മയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക എന്നുള്ളത് ഇവർക്ക് വിദൂരത്തായ ഒരു കാര്യമല്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് തന്നെ MRI ടെസ്റ്റുകളും എന്ത് സർജറി വേണമെന്ന് പറഞ്ഞാലും ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർ തള്ളി. അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പരിശുദ്ധ അമ്മയിൽ നിന്ന് സൗഖ്യം ഈശോ പ്രാപിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം, നാം ഓരോ ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ ആസ്തി ഇവർ തങ്ങളുടെ കാരുണ്യപ്രവൃത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്ന് സാധ്യമാവുന്നതെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ, ഈ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ നമുക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. ആ ഒരു ടാബ്ലറ്റ് പ്രയർ നമ്മൾ ചെല്ലണമെങ്കിൽ, നമ്മളത് ആവർത്തിക്കണമെങ്കിൽ നമുക്ക് ഈ ആസ്തി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണമെന്ന് അച്ഛൻ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു എന്നുള്ള 14 കാരുണ്യ പ്രവൃത്തികൾ നാം എപ്പോഴെല്ലാം ചെയ്തു തീർക്കുന്നുവോ, ഈശോയ്ക്ക് നൽകിയ നീ ഇതെല്ലാം ചെയ്തു കൊടുത്തത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറയുന്നുണ്ട്. ഈ ആസ്തി ഈ കുടുംബത്തിന്, പോളിനും ജീവിത പങ്കാളിക്കും ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാ മാസവും ഒരു ഹാൻഡിക്യാപ്ഡായ ഒരു കൊച്ചിനെ അവരുടെ മന്ത്ലി ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന ഈക്വലായി ചെയ്യുന്നു. അഖണ്ഡ ജപമാല എല്ലാ മാസവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലസ് വൈഫിൻ്റെ ജോലിസ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നിത്യാരാധന ചാപ്പലിലേക്ക് കയറി ഈശോയുമായി സംഭാഷിക്കാനുള്ള ഒരു നീണ്ട സമയം അദ്ദേഹം കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് ഈശോയ്ക്ക് ഈശോ വൈ ഷുഡ് ഐ ഹിയർ യു എന്ന ഈ ദൈവത്തിൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം ഓൾറെഡി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചാപ്പലിൽ ചെന്ന് വചനത്തിനടയിരിക്കുമ്പോഴാണ് ഈശോ നമുക്ക് പലതും വെളിപ്പെടുത്തുന്നത്. ജോസഫ് അച്ഛൻ്റെ ആ സ്വപ്നങ്ങളും എല്ലാം
അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈശോ നമുക്ക് നൽകുന്ന ഉത്തരങ്ങളാണ് അതെല്ലാം. ജോസഫ് അച്ഛന് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു കാലത്തിൻ്റെ പ്രവാചകനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. വീണ്ടും നമുക്ക് സാക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പോളിൻ്റെയും ഈ ജീവിത പങ്കാളിയുടെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.